ടെസ്റ്റ് എക്സസൈസിനകത്ത് 109 എക്സസൈസ് 5.2 ദ ആംഗിൾ ഓഫ് ടു സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സെയിം ലെന്ത് സെയിം ആണ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ 140 ഡിഗ്രിയാണ്. ആംഗിൾ നമുക്ക് 140 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനകത്ത് തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും വെച്ച് രണ്ട് ആംഗിൾ വരുമ്പോഴുള്ള എന്താണ്? ലെന്ത് സെയിം ആണ്, പക്ഷെ രണ്ട് ആംഗിളാണ്. ആ രണ്ട് ആംഗിളിലുമുള്ള എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിളിന്റെ ആംഗിൾ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്ററും ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്ററും നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ സൈഡ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നേരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ ഒരു ലൈൻ, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ എ എന്ന് പറയുന്ന സൈഡിൽ നിന്ന് ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 10 തന്നിട്ടുണ്ടെങ്കിലും ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്നോ ഐസോസെലസ് ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ആംഗിൾ 90 ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് നമുക്ക് ബേസ് നമുക്ക് ഓൾറെഡി 10 ആയിട്ടുണ്ട്. ഈ ഹൈറ്റ് എച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ വേറെ എടുക്കുവാണെങ്കിൽ, ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 40 ഡിഗ്രിയാണ്, ഇവിടെ എച്ച് തന്നിട്ടുണ്ട്, ഇത് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ നമ്മൾ 90 ഡിഗ്രിയാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ആംഗിൾ, ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് ഇവിടെ എടുക്കേണ്ടത്? സൈൻ ആണ്. കാരണം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലേ? അപ്പൊ സൈൻ 40 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആംഗിളിന് എതിരെ കിടക്കുന്നതിന് ഓപ്പോസിറ്റ് എന്നും, ഇത് നമുക്ക് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് ഇതിനെ ഹൈപ്പോട്ടിനസ് എന്നും, ഈ ആംഗിളിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെ അഡ്ജസന്റ് സൈഡ് എന്നും പറയണം. അപ്പൊ നമ്മൾ എച്ച് എന്ന് പറയുമ്പോൾ സൈൻ 40 എടുത്തു കഴിയുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എച്ച്, ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നേക്കണം 8. അപ്പൊ സൈൻ 40 നമുക്കിവിടെ. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? എച്ചിനെയാണ്. അപ്പൊ ആ എച്ചിനെ അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്നാ വരും നോക്കി? 8 ഇൻറ്റു സൈൻ 40 വരും. ഇപ്പൊ നമ്മൾ സൈൻ 40യുടെ വാല്യൂ എന്താ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 8 ഇൻറ്റു 0.6428 ആണ് നമ്മൾ സൈൻ 40യുടെ വാല്യൂ വരുന്നത്. ഇനി 8 ഈ വാല്യൂ നമ്മൾ അവിടെ കൊടുത്തു കഴിയുമ്പോൾ 5 നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1428 വരും. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് 5.1428 വരും. ഇനി നമുക്കറിയാം ഓൾറെഡി ബി എന്ന് പറയുന്നത് 10 അവിടെ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ ആ 1/2 ഇൻറ്റു ഇവിടെ 10 കൊടുത്തു. ഇനി എച്ച് എന്ന് പറഞ്ഞേക്കണം നമുക്ക് കിട്ടിയേക്കണേ 5.1428 വരും. അപ്പൊ ഇത് രണ്ടും കൂടെ 10 കൂടെ വെട്ടി കഴിയുമ്പോൾ നമുക്ക് 5 വരും. അപ്പൊ 5 ഇൻറ്റു 5.1428 നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ എഴുതി കഴിയുമ്പോൾ 5 ഇൻറ്റു 5.1428 അത് നമുക്ക് അറിയാൻ പാടില്ല. 2 വരയൊക്കെ ഇട്ടിട്ട് ഗുണിച്ച സമയമൊന്നും കളയണ്ട, അത്ര എഴുതിയാൽ മതി. അത് എഴുതി കഴിഞ്ഞിട്ട് മാത്രം ലാസ്റ്റ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ഗുണിക്കാം. അപ്പൊ നമ്മൾ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 25.728 ഏകദേശം അപ്രോക്സിമേറ്റ്ലി കിട്ടും. അപ്പൊ അത് എഴുതി വയ്ക്കാം. വേണമെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതിയിട്ട് സെന്റിമീറ്റർ സ്ക്വയർ അങ്ങ് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ നമ്മൾ തെറ്റ് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതി ഒരിക്കലും തെറ്റ് എഴുതരുത്. അതല്ലെങ്കിൽ അത്ര എഴുതിയിട്ട് വരയ്ക്കുക. 10ാം ക്ലാസ് ആയതുകൊണ്ട് അതിനൊക്കെ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ആൻസർ ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തന്നേക്കണ ആംഗിൾ 140 ഡിഗ്രിയാണ്, 140 ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 തന്നിട്ടുണ്ട്. 140 എന്ന് പറഞ്ഞാൽ 90 ഇച്ചിരിയോടെ നമ്മൾ നീട്ടി വരയ്ക്കണം അങ്ങോട്ട് അകത്ത്. കാരണം ഒരു 90 ഡിഗ്രി ഇങ്ങനെയാണ് പോണത് അല്ലേ? അപ്പൊ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും 140 ഡിഗ്രി വരുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങോട്ട് ഇച്ചിരിയോടെ ഇങ്ങനെ ചെരിച്ച് ഇങ്ങോട്ടായിരിക്കണം വരയ്ക്കണം. ആംഗിൾ മെഷർമെന്റ് കൂട്ടി വരയ്ക്കണം. 140 ഡിഗ്രി വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 സെയിം സൈഡ് വിത്ത് ലെന്ത് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. സൈഡെല്ലാം
ലെന്തും തന്നിരിക്കുന്ന ലെന്തുകളെല്ലാം ഈക്വൽ ആണ്. ഈ ലെന്ത് ഈക്വൽ ആയി കഴിയുമ്പോൾ ആംഗിൾ 140 ആയി കഴിയുമ്പോൾ ഉള്ള ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ നിന്ന് ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയ മക്കളെ, ഇത് മൊത്തത്തിലുള്ള മെഷർമെൻറ്റ് 180 ടോട്ടൽ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 180. അതിനകത്തുനിന്ന് ഈ 140 കുറച്ച് കഴിഞ്ഞാൽ എത്രയാവും? ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്ക് കിട്ടുന്നത് 40 ഡിഗ്രി കിട്ടും. എത്ര ആംഗിൾ? 40 ഡിഗ്രി. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അറിയാം, നമുക്ക് സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി എന്നറിയാം. അപ്പോൾ ആ 180 ഡിഗ്രിക്കകത്ത് ഈ ഒരു പോർഷൻ 140 തന്നാൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. കാരണം 180 നിന്ന് 140 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 40 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ആംഗിൾ വെച്ച് ഈ ഹൈറ്റ് എച്ച് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരെ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ എന്തായി? ഹൈറ്റായി, ഓൾട്ടിറ്റ്യൂഡായി. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. അതിന് വേണ്ടി പേര് കൊടുക്കാം ABC എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു. അവിടെ ട്രയാങ്കിൾ എടുക്കുന്നത് ABC ആണ്. അവിടെ അതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഏതാണ് ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്? ഏതാ? എച്ച് ആണ്. ഹൈപ്പോട്ടിനസ് എന്ന് പറയുമ്പോൾ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ഒരു സൈഡായിരിക്കും AC ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഹൈപ്പോട്ടിനസ്. അപ്പോൾ ഇത് ഹൈപ്പോട്ടിനസ് വരും, ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡ് വരും. ഓക്കെ, അപ്പോൾ sin 40 തന്നെ എടുക്കാം. sin 40 എടുത്തു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എച്ച്, ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ് നമ്മുടെ സൈൻ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ നോക്കിയാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട എച്ചിനെ അവിടെ നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ 8 ഇൻറ്റു ഏത് വരും? sin 40 വരും. ആദ്യത്തെ തന്നെ സെയിമാ അല്ലേ? sin 40 വരും. അപ്പോൾ 8ന് sin 40ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.6428 വരും. ഇതിൻ്റെ വാല്യൂ നമുക്ക് 8നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.1424 വരും. അപ്രോക്സിമേറ്റ്ലി 5.1424 വരും. ഇനി നമ്മളിവിടെ നോക്കാം, ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ തന്നേക്കണ വാല്യൂവിനകത്ത് ഏരിയ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് നമ്മുടെ ഏരിയ. ഇവിടെ ഈ ബേസിന് ഒരു മാറ്റമില്ല, ഈ ബേസ് ഇത് തന്നെ എടുക്കേണ്ടത്. അപ്പോൾ 10 തരും. ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. എച്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 5.1424 ആണ്. അത് അപ്രോക്സിമേറ്റ്ലി എടുക്കുമ്പോൾ 5.14 എടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ബി എച്ചിലേക്ക് കൊടുക്കുമ്പോൾ ഹാഫ് വരും. ബി എന്ന് പറഞ്ഞാൽ 10 വരും. ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 5.14 എടുത്താൽ മതി. 24 വേണമെങ്കിൽ നമുക്ക് കളയാം. ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 5 വരും. ആദ്യത്തെ അതേ ആൻസർ തന്നെ 25. നമുക്ക് 712 വരും. 712 വരും. 25.712 സ്ക്വയർ. അപ്പോൾ ഇത്ര എഴുതിയാലും മതി. സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇതേ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഒരു എക്സാമ്പിളൂടെ നമുക്ക് ചെയ്യാം. അതും കൂടെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം, എന്നിട്ട് ശരിയാണെന്ന് മാത്രമേ നോക്കാമുള്ളൂ.